ഇക്കുറി കുറ്റാലത്തേക്കാണ് യാത്ര. കുറ്റാലം എന്ന് കേൾക്കുമ്പോൾ വെള്ളച്ചാട്ടവും തണുത്ത കാറ്റും ചൂടൻ ചായയും ഒക്കെയാണ് മനസ്സിൽ വരുന്നത്. ട്രെയിൻ കൃത്യസമയത്ത് തന്നെ വന്നു. യാത്രക്കാർ കുറവാണ്. രാവിലത്തെ തണുത്ത കാറ്റും കൊണ്ട് പുതച്ചുറങ്ങുന്ന യാത്രക്കാരൻ. അകലെ കുന്നും മലയും ചെറിയ വീടുകളും. തെങ്കാശിയിലെത്തുമ്പോൾ രാവിലെ 9 മണി. പഴയ കെട്ടിടങ്ങളാണ് എങ്ങും. ടൂറിസം ഇനിയും ഇവിടെ വികസിക്കാനിരിക്കുന്നു. കുറ്റാലത്തെ ചായയ്ക്ക് രുചി ഒന്ന് വേറെ തന്നെയാണ്. കൈകൊണ്ട് നെയ്യുന്ന നെയ്ത്തുകൊട്ടകൾ ഇവിടെ സുലഭമാണ്. വെള്ളച്ചാട്ടത്തോട് ചേർന്ന് ഒരു ക്ഷേത്രം ഇവിടെയുണ്ട്, കുറ്റാലനാഥൻ ക്ഷേത്രം. ക്ഷേത്രവുമായി ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരുപാട് പേരെ ഇവിടെ കാണാം. അന്തേവാസികൾ, യാചകർ, പച്ചമരുന്ന് കച്ചവടക്കാർ, പൂക്കച്ചവടക്കാർ എന്നിങ്ങനെ. കുറ്റാലത്തെ ക്ഷേത്രം വളരെ പുരാതനമാണ്. കാടിൻ്റെ സാമീപ്യം ഉള്ളതുകൊണ്ട് ഒരു വാനരപ്പട തന്നെ ഇവിടെ കാണാം. പിന്നെ ഈ വെള്ളത്തിന് ഔഷധ ഗുണം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുളിക്കാൻ ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ട്. ഞങ്ങൾ പോയ ദിവസം നല്ല തിരക്കായിരുന്നു. നാടൻ പഴവർഗ്ഗങ്ങൾ ഒത്തിരി വിറ്റുപോകുന്നുണ്ട് ഇവിടെ. കൂടാതെ സർഗോളപ്പുളിയും മുറുക്കും വിൽക്കുന്ന മുപ്പടാത്തി അമ്മയെയും കണ്ടു. മെയിൻ ബസ് പഴയ കുറ്റാലം, ചിറ്റരുവി, ചെമ്പാദേവി, തേനരുവി, ഐന്തരുവി. ഇരുട്ടു വീണു. കുറ്റാലത്ത് നിന്നും യാത്ര തിരിക്കുമ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു ശാന്തത നിറഞ്ഞു നിന്നു.